പുതിയൊരു ക്രമീകരണം എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്. ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇതവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നവരെ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ 18-ാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു, ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. രണ്ട്, ഞാനിപ്പോൾ ശ്രീജിത്തിന്, അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുണ്ട്, കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും. 3, 4, 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറിയാണ്. ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അത് നിലയ്ക്കലിൽ നിർത്തണം. നിലയ്ക്കൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും. രാത്രിയൊക്കെ 4, 5 മണിക്കൂർ നിന്നവരെ എനിക്കറിയാം. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ 20ഓളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല. കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല. എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല, അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു. എന്തായാലും വലിയൊരു അപകടകരമായ സാഹചര്യം ശബരിമലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള വിതരണത്തിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ശുചിമുറികൾ വൃത്തിയാക്കാൻ സംവിധാനമില്ല. ദേവസ്വം ജീവനക്കാർക്ക് മെസ്സ് സംവിധാനമില്ല. അങ്ങനെ ഒരു സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വി വിനോദിലേക്ക്. വിനോദ്, നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18 സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തണം, 20,000 ആക്കണം. അതോടൊപ്പം ആളുകളെ ഈ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊക്കെ അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെപ്പോൾ മുതൽ പ്രാവർത്തികമാക്കാൻ കഴിയും? കാരണം ജനങ്ങൾ, ഈ ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഇടപെടുന്നത് ഈ വിഷയത്തിൽ? ഇവിടെ പാളിച്ചകൾ പലതരത്തിലാണ്. കാരണം ഈ വിവാദങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുന്നൊരുക്കങ്ങളെ ബാധിച്ചു എന്നത് നിസ്സംശയം പറയാം. പകൽ പോലെ വ്യക്തമാണ്. കാരണം പല കാര്യങ്ങളുടെയും ഏകോപനം അത് കൃത്യമായി നടന്നിട്ടില്ല. കരാറുകൾ പോലും നൽകുന്നത് നട തുറന്ന ശേഷമാണ്. അതായത് 16-ാം തീയതിക്കാണ് ഇവിടെ ജീവനക്കാരുടെ മെസ്സിന്റെ പോലും കരാർ നൽകുന്നത്. 15-ന് വൈകിട്ട് നട തുറക്കുന്നു. ഈ ഒരു ഉദാഹരണം മാത്രം മതി ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇവർ മുന്നൊരുക്കങ്ങൾ നടത്തിയതെന്നത്. ഈ വിവാദങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുകയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. ഇനിയും 2 ദിവസം വേണ്ടിവരും. നീലിമല വഴിയുള്ള പാതയിൽ അവിടെ ഈ 20 വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും, അവിടെ ഈ റിഫ്രഷ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ ഇനിയും 2 ദിവസം വേണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നത്. അതായത് ഇപ്പോഴും അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. രാവിലെ മുതൽ നമ്മളോട് ഈ ഇവിടെ വരുന്ന ഭക്തർ പറയുന്ന ഒരു കാര്യം, കുടിവെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല എന്നതാണ്. ഈ വരുന്ന വഴിയിലൊന്നും തന്നെ കുടിവെള്ളമോ ഭക്ഷണമോ ഇല്ല. ഇപ്പോൾ വലിയ ഒരു അപകടകരമായ നിലയിലാണ് ഈ ആളുകൾ തിങ്ങിക്കയറുന്നത്. നമ്മൾ കണ്ടതാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം. ശ്വാസം കിട്ടാതെ അവർ തറയിൽ വീഴുന്ന സാഹചര്യം. ഈ 18-ാം പടി കയറി വരുമ്പോൾ അവരെല്ലാം നിലവിളിയോടെ നിൽക്കുന്ന ഒരു സാഹചര്യം ആണ്. ഈ പലരും കൂട്ടം തെറ്റിപ്പോകുന്നു. കുട്ടികൾ പലപ്പോഴും രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ വലിയ ഒരു ആൾക്കൂട്ടമാകുന്നു. ഇവിടെ മാത്രമല്ല, പമ്പയിൽ ഇതാണ് സ്ഥിതി, നിലയ്ക്കൽ ഇതാണ് സ്ഥിതി. കയറി വരുന്നിടത്ത് മരക്കൂട്ടത്തും ശരംകുത്തിയിലും എല്ലാം തന്നെ ഇങ്ങനെ ആളുകൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു. 5-6 മണിക്കൂർ വെള്ളം കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. മാത്രമല്ല, കേന്ദ്ര സേനകൾ ഇതുവരെ ഇവിടെ ഇത് വളരെ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ചയാണല്ലോ. കാരണം കൊച്ചുകുട്ടികള്
വളരെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. കാരണം അത്രയധികം ജനങ്ങൾ തിങ്ങി നിൽക്കുന്നു, ഭക്തർ തിങ്ങി നിൽക്കുന്നു. ഇത് നമുക്കറിയാം, ഈ കരൂർ ദുരന്തവും ആന്ധ്ര ശ്രീകാകുളത്തെ ക്ഷേത്രത്തിലുണ്ടായ ദുരന്തവുമൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ഏതാനും മാസങ്ങൾക്കിടെ ഉണ്ടായ രാജ്യത്തെ നടുക്കിയ 2 ദുരന്തങ്ങൾ, അത്തരമൊരു സാഹചര്യമൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നില്ല. എവിടെയാണ് യഥാർത്ഥത്തിൽ പിഴവ് സംഭവിച്ചത്? ഈ ഏകോപനത്തിൽ പ്രശ്നമുണ്ട്. നമ്മളത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല, പോലീസിനെ മാത്രമായി ഏതെങ്കിലും തരത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞു വന്നത് തന്നെയാണ്, കേന്ദ്രസേനാ വിഭാഗങ്ങൾ എത്തേണ്ടതാണ്. NDRF അതോടൊപ്പം തന്നെ RIF ഇതെല്ലാം തന്നെ നട തുറക്കുമ്പോൾ, സീസൺ ആരംഭിക്കുമ്പോൾ എത്തുന്ന വിഭാഗങ്ങളാണ്. ഇത്തവണയും കത്തയച്ചിരുന്നു, അവർ എത്തിയില്ല. ഈ ക്രൗഡ് മാനേജ്മെന്റിന് കേന്ദ്ര സേനകൾക്ക് കുറച്ചുകൂടി പ്രാഗൽഭ്യമുണ്ട്, സംസ്ഥാന സേനയേക്കാൾ കുറച്ചുകൂടി പ്രാഗൽഭ്യമുണ്ട്. പക്ഷേ ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ വരവിൽ, അവരുടെ ഷെഡ്യൂളിൽ മാറ്റം വന്നു എന്ന വിവരമാണ് നമുക്ക് സംസ്ഥാന പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം. പക്ഷേ കേരള പോലീസ് മാത്രമല്ല, എല്ലാ സീസണിലും കേന്ദ്രസേന കൂടി ഇവിടേക്ക് എത്തുന്നതാണ്. പക്ഷേ കേന്ദ്രസേനയുടെ അഭാവം ഇപ്പോൾ ഉണ്ട്. പോലീസാകട്ടെ പല സ്ഥലങ്ങളിലും ഈ വരിമാറി ആളുകൾ ഇറങ്ങുമ്പോൾ അത് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് നീലിമല വഴി വരുന്ന ആളുകൾ വനത്തിനുള്ളിലൂടെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വരുന്നു, ബെയിലി പാലം വഴി ആളുകളെ കയറ്റി വിടുന്നു. ഇവിടെ വരുന്നവർ തന്നെ നമുക്കിപ്പോഴാ ആ ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡ് മറികട ഈ ജനക്കൂട്ടത്തിനിടയിലും ഈ വലിയ ശ്വാസം മുട്ടലിനിടയിലും നമുക്ക് കാണാം കുഞ്ഞുങ്ങളുമായി ആ കുഞ്ഞിനെ ഈ ജനക്കൂട്ടത്തിനിടയിൽ ബാരിക്കേഡ് വഴി അതിന് മുകളിലൂടെ താഴെ ഇറക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഇരുമുടിക്കെട്ടുമായി വരുന്നവർ ഈ പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെ അല്ല വരുന്നത്, അതിന് വശത്തു കൂടിയാണ് വരുന്നത്. അങ്ങനെ അവിടെ വരാൻ മറ്റൊരു വഴിയില്ല. അത് ഈ വരുന്നത് ആ വരി തെറ്റിച്ച് ആണ് ഇവർ ഈ ഭാഗത്തേക്ക് ചാടുന്നത്. ഈ നാളികേരം ഉടയ്ക്കുന്നതിന് നേരെ മുന്നിലുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതുവഴി ഇവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ലാത്തതാണ്. പക്ഷേ ഈ അവിടെ നിന്ന് ചാടുകയും ഈ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തുകയും പിന്നെ അവിടെ നിന്ന് ചാടി ഈ ക്യൂവിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പക്ഷേ ഇത് നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും ആവശ്യമായ സേനാ വിഭാഗങ്ങൾ ഇല്ല എന്നൊരു പ്രശ്നം കൂടി പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടുത്തെ പോലീസ് മേധാവിക്ക് ഇതിന്റെ ചുമതലയുള്ള S. ശ്രീജിത്തിന് അതിന് കത്ത് നൽകിയിട്ടുണ്ട്. കുറച്ചുകൂടി പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യണം എന്നത്. വെള്ളം കൊടുക്കാൻ 20 പേരെ ഓരോ സ്പോട്ടിലും, അതായത് ഈ 20 വിശ്രമ കേന്ദ്രങ്ങളുണ്ട്, അവിടെ 20 പേരെ വെച്ച് അഡീഷണലായി നിയമിക്കണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ടോം, നമ്മൾ ഈ സീസണിന്റെ പ്രത്യേകത കൂടി കാണണം. ഇത്രയധികം ആളുകൾ സീസണിന്റെ തുടക്കത്തിൽ വരുന്ന ഒരു മണ്ഡലകാല സീസൺ ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ നട തുറക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. ആദ്യത്തെ 1-2 ആഴ്ച വളരെ കുറച്ച് ആളുകളാണ് എത്തുന്നത്. അതിനനുസരിച്ചാണ് ഇവിടെ സൗകര്യങ്ങൾ ക്രമേണ ഒരുക്കുന്നതും. ആ തരത്തിലാണ് ഇവിടെ നടപടിക്രമങ്ങൾ എല്ലാ വർഷവും പലപ്പോഴും നടന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഈ അഭൂതപൂർവമായ തിരക്കാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കാണ്. പമ്പയിൽ ഏതാണ്ട് 200 ബസ്സുകൾ